ഹായ്. അപ്പം ഇന്ന് റിസിലാദമത്തിന് നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടി പോവുകയാണ്. റിസിലാദമത്തിന് സ്കൂൾ തുറക്കണത് എപ്പോഴാടാ? ജൂൺ 10. അപ്പോൾ അതിനുള്ളിൽ നടത്തിയാൽ മതിയല്ലോ. അപ്പം ഇന്ന് ഞങ്ങൾ എടുക്കാൻ പോവാന്ന് വിചാരിച്ച്. ഇപ്രാവശ്യം നമ്മുടെ അമ്മമ്മാൻ്റെ വകയാണ് ഓനക്ക് ഗിഫ്റ്റൊക്കെ ഉള്ളത്. ആദ്യത്തെ പേരക്കുട്ടി ആദ്യമായി സ്കൂളിൽ പോവുകയല്ലേ. അപ്പം അതിൻ്റെ ഒരു പൊലിവ് എന്ന് പറയാം. ചിലോ തനിക്കെന്താ പറയാനുള്ളത്? പിന്നെ പഠിക്കുവോ? പഠിക്കുവോ താൻ? ഉറപ്പല്ലേ? സീറ്റില്ലേ? നമുക്കൊക്കെ സെറ്റാക്കാ. അപ്പൊ ഞങ്ങള് ഷോപ്പിംഗ് നടത്തിട്ട് വരാം. അപ്പൊ ഓക്കേ, അവിടുന്ന് കാണാം. ഓട്ടോറിക്ഷ ഒന്നും കിട്ടാതെ കാരണം ഞങ്ങൾ ഇരുന്ന് നടക്കുകയെന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് നടക്കാൻ വയ്യ. കാരണം 2 പേരുടെ കയ്യിൽ ഓരോ കുട്ടികളുണ്ട്. ലാസ്റ്റ് ഞങ്ങളുടെ അടുത്തൊരു കടയിൽ കയറിയിട്ട് ചോദിച്ചു ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ചോദിച്ചിട്ട് അവർ കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂൾ ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചന്തപ്പടിയിലെത്തി. എടുക്കാൻ പോയത് ഫസ്റ്റ് സ്കൂൾ ബാഗ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം പോയത് ബാറ്റും ബോൾ എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ബാറ്റും ബോളും വാങ്ങിച്ചതിന് ശേഷമാണ് സ്കൂൾ ബാഗ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന്. ഈ റെഡ് ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, എനിക്കും ഇഷ്ടമായി. ഇനി ഏതെങ്കിലും നല്ലതുണ്ടെങ്കിൽ നോക്കാമല്ലോ എന്ന് വിചാരിച്ച് നോക്കി. പക്ഷേ എനിക്ക് അതന്നെ മതി എന്ന് പറഞ്ഞിട്ടുള്ള വാശിയിലായിരുന്നു. എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബോട്ടിൽസ് ഒന്നും എടുക്കണില്ല. അത് നമുക്ക് ഓൾറെഡി കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടിയ ബോട്ടിലും ടിഫിൻ ബോക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. ടീച്ചർ വിട്ടെന്ന ലിസ്റ്റ് ചെയ്ത ഐറ്റംസുകൾ മാത്രം എടുക്കുന്നുണ്ടോട്ടുള്ള സ്നാക്സ് ബോക്സ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ബോക്സ് അങ്ങനത്തതൊക്കെ ആളെന്നെ എല്ലാം തിരഞ്ഞെടുക്കുകയാണ്. നമ്മളിഷ്ടത്തിന് നമ്മളെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവനക്ക് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ സ്പൈഡർമാൻ്റെ തീമിലും മതി എന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാൻ്റെ നോക്കി നടക്കുകയാണ്. പക്ഷെ ബോക്സ് എടുത്തിരിക്കുന്ന സ്പൈഡർമാൻ്റെ അല്ല, ആ ഒരു ബോക്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിനെ എടുത്തു വന്നാൽ ഇനി അതായിട്ട് വേണ്ടെന്ന് വെക്കണ്ടല്ലോ എന്നുള്ളത്. പിന്നെ പറഞ്ഞു എന്നാൽ അമ്മക്ക് ഇഷ്ടമുള്ള എടുത്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള സ്പൈഡർ തീമിലുള്ളത് എടുത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ബില്ലൊക്കെ അടച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുട എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുട കുറേ ദിവസമായി പറയുന്നു കുട വേണം എന്നുള്ളത്. എന്നാൽ പിന്നെ എല്ലാ സ്കൂൾ ഷോപ്പിങ്ങിലാണ് നടത്താമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടുന്ന് കുടയൊക്കെ എടുത്ത് പിന്നെ റബ്ബറൊക്കെ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് ഇനിയൊക്കെ ഇതൊക്കെ പോയിട്ട് സ്കൂളിൽ പോവോ ഇല്ലയെന്ന് കണ്ടറിയണം. കാരണം ഇപ്പം തന്നെ പോവുകയൊക്കെ ചെയ്യും, പോകുന്നൊക്കെ പറയും. പക്ഷെ എന്താണ് ആൾക്ക് നമ്മളില്ലാതെ കൂടി ഇരിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ ഇപ്പോൾ ഒരാഴ്ച ഉണ്ടാവും എങ്ങനെ ആയാലും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ബ്ലാക്ക് ഷൂ ആണ് ആവശ്യം ഉണ്ടായിരുന്നത്. ഇവനക്കാണെങ്കിൽ ഏത് സൈസ് നോക്കിയിട്ട് പാകാവുണ്ട്, കുഞ്ഞു കാലമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുത്തം തുടങ്ങി. പിന്നെ ഷൂ എങ്ങനെയെങ്കിലും ഇട്ട് നോക്കണം. കാരണം ഓരോന്ന് ഇട്ട് നോക്കുമ്പോൾ ഞാൻ എണീക്കുക ലാസ്റ്റ് അവിടെ തന്നെ ഒത്തിരുന്ന് സമരം നടത്തണ പോലെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ബേബിക്കും കുറച്ച് ഐറ്റംസുകൾ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ബേബിക്ക് അലമാരൊന്നും ഇതുവരെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു ബേബി ഷോപ്പിൽ പോയിട്ട് അലമാരയും പോട്ടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി ഓനക്കുള്ള അലമാര നോക്കി. ഇവിടെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ, സ്കൂൾ ഐറ്റംസിനൊക്കെ പറ്റിയത്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ അവിടെ നിന്നെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അലമാരൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരികയാണ്. എന്നിട്ട് അവിടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആയാലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷവർമ കഴിക്കാൻ വേണ്ടി പോയി. നെഹൽ നിന്നാട്ടോ ഞങ്ങൾ ഷവർമ കഴിക്കൽ സ്ഥിരമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോ ഷവർമ ഒക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഓൻ്റെ ഐറ്റംസുകളൊക്കെ എടുത്തിട്ട് ആദ്യം തന്നെ ഓടിയുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കി ഞാൻ ബാഗായിരിക്കും അത് നോക്കുന്നുണ്ടാവുക. പിന്നെ കാണിച്ചു കൊടുക്കാം നമുക്ക്.